ഇന്നത്തെ ദിവസം ബിഗ് ബോസ് സീസൺ 7 ഒരു സംഭവ ബഹുലമായ ഒരു ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ ലൈവ് എല്ലാം കഴിഞ്ഞു, നമ്മളെല്ലാവരും എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസാനം വന്ന വാൽക്കഷ്ണങ്ങളിൽ കുറേ അധികം സംസാരങ്ങളും, അതായത് രാത്രി 1 മണി, വെളുപ്പിനെ 1 മണി വരെയും ഇവർ ഈ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാകാൻ പോകുന്നത്, പുറത്തൊരു വലിയ നെഗറ്റീവ് ആകാൻ പോകുന്നത്, ഒന്ന് അനുമോള് തുടക്കമിട്ട അപ്പാനിയും പിന്നെ ബിൻസി, പുറത്ത് എവിക്റ്റഡ് ആയി പോയ ബിൻസിയും തമ്മിലുള്ളൊരു പ്രശ്നം. അത് അപ്പാനിയിൽ ഒരു വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. പുറത്തെല്ലാവരും എങ്ങനെയാണ് അതിനെ എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു വെപ്രാളം, ഒരു വിഷമം അത് അപ്പാനിയിലേക്ക് വന്നു കഴിഞ്ഞു. ആ പേടി വന്നു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഷാനവാസ് ഒരു നമ്പർ 1 പടക്കം, ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. അത് ജിസേലിൻ്റെ അടുത്താണ് പൊട്ടിച്ചത്. ജിസേൽ അത് നാളെ വീട്ടിൽ മൊത്തത്തിൽ പൊട്ടിക്കും. അക്ബറിൻ്റെ ആദ്യത്തെ നോട്ടം, ജിസേലിനെ നോക്കിയ നോട്ടം തീരെ ശരിയായിരുന്നില്ല, ഒരു വൃത്തികെട്ട നോട്ടമായിരുന്നു എന്ന് ഷാനവാസ് മുഖത്ത് നോക്കി ജിസേലിനോട് പറയുകയാണ്. പിന്നെ നമ്മൾ ലൈവിലൊക്കെ പലപ്പോഴും, അല്ലെങ്കിൽ എപ്പിസോഡിൽ പോലും ഒരു പുകഞ്ഞ കൊള്ളി പുറത്തു എന്ന് പറയുന്ന ആ ഒരു സമയത്ത്, ജിസേൽ പുറത്ത് കിടന്ന സമയത്ത് നെവിൻ നമ്മുടെ ജിസേലിൻ്റെ ബാക്കിൽ നോക്കുന്ന ഒരു നോട്ടം, അതൊക്കെ അവരുടെ ഇടയിൽ അതൊക്കെ ഒരു ഫണായിരിക്കാം. പക്ഷെ പ്രേക്ഷകർ അത് ഉൾക്കൊള്ളുന്ന രീതി എത്രത്തോളം ആയിരിക്കും എന്നറിയില്ല. ആ ഒരു ബാക്ക് കണ്ടിട്ട് നെവിൻ, ജിസേലിൻ്റെ ബാക്ക് കണ്ടിട്ട് നെവിൻ വാവ് എന്ന് വെക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ആ തുടക്ക സമയത്ത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതൊക്കെ തന്നെ ചേർത്ത് വെച്ചിട്ടാണ് അനുമോൾ ഈ മൊണ്ണപ്രയോഗവും, ഒരു പെണ്ണ് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടോ എന്നൊക്കെയുള്ള സംസാരം ശൈത്യയും ചേർന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇന്ന് ഒരുപാട് സംഭവങ്ങൾ നടന്നു. അപ്പോൾ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് ക്രോഡീകരിക്കാം. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ലൈവ് അപ്ഡേറ്റ്സ് എല്ലാം സീരിയൽ ഗ്രാൻഡ്മേൽ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ്ലി സംഭവിച്ച ഒരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്, ഷാനവാസിന്റെ പിന്നാലെ അപ്പാനി ഷെർത്തും അക്ബറും പോവുകയാണ്. എസ്പെഷ്യലി അപ്പാനി പോകുന്നത് വേറൊന്നും കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ അപ്പാനിക്കൊരു പേടി വന്നു തുടങ്ങി. അപ്പാനിക്ക് കുട്ടികളും കുടുംബവും ഒക്കെ തന്നെയാണ് വലുത്. ഇതൊരു ബിഗ് ബോസ് ഗെയിമാണ്. ഇവിടെ വന്ന് മത്സരിച്ച് തനിക്ക് ജയിക്കണം. എല്ലായിടത്തും ഹീറോ ആകുന്ന അപ്പാനിക്ക് ഇവിടെയും ഹീറോ ആകണം. അപ്പോൾ അതിൻ്റെതായ ഒരു വാശിയൊക്കെയാണ് അപ്പാനിക്കുള്ളത്. അപ്പാനി ഭയങ്കര നിഷ്കളങ്കനാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ദേഷ്യം പിടിക്കുക, ഉറക്ക സംസാരിക്കുക. ഈ ചിലർക്ക് അവരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വലിയ പോയിന്റുകളൊന്നും എടുത്ത് സംസാരിക്കാൻ കിട്ടിയില്ലെങ്കിൽ കൊച്ചു പിള്ളേർ കിടന്ന് വാശി പിടിക്കും പോലെ വാശി പിടിക്കും. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അപ്പാനി ഷെർത്ത്. അത്തരത്തിലുള്ള മറ്റൊരു വ്യക്തിയാണ് റെന ഫാത്തിമ. റെന ഫാത്തിമയ്ക്ക് ഒന്നും ഒറ്റയ്ക്കൊന്നും നിൽക്കാൻ പറ്റില്ല. ഒരു നിലപാടില്ലാത്ത, അല്ലെങ്കിൽ തനിച്ച് നിൽക്കാൻ പേടിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അപ്പാനി ഷെർത്ത് ആരെങ്കിലും കൂട്ടുപിടിച്ച് ഇവിടെ നിൽക്കത്തോള്. ഒന്നുകിൽ അത് ജിസേലായിരിക്കും, അല്ലെങ്കിൽ അക്ബർ തന്നെ വേണം. അങ്ങനെയൊക്കെയാണ് അപ്പാനി ഷെർത്ത്. അപ്പാനി ഇല്ലെങ്കിലും അക്ബറിന് നിൽക്കാൻ കഴിയും കേട്ടോ. അതൊക്കെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ആഴ്ച കഴിയുമ്പോഴും, ഓരോ എവിക്ഷൻ കഴിയുമ്പോഴും നമുക്ക് ഓരോരുത്തരെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലാസ്റ്റ് ഷാനവാസിന്റെ പിന്നാലെ പോയി സംസാരിക്കുമ്പോൾ മാക്സിമം ഷാനവാസുമായിട്ട് കൂട്ടുകൂടാനും കോംപ്രമൈസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഷാനവാസ് അപ്പാനിയോട് പറയുന്നൊരു കാര്യം, ബിൻസിയുടെ കാര്യം എടുത്തിടുകയാണ്. പക്ഷെ ബിൻസിയുടെ കാര്യം എടുത്ത് പറയുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ആ കുട്ടി പുറത്തുപോയി നല്ല രീതിയിൽ ഇരിക്കട്ടെ എന്ന് ഷാനവാസ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഒരു 2 ആഴ്ചയ്ക്ക് ഇടയിൽ എപ്പോഴോ ഷാനവാസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. പുറത്ത് കുറേയധികം മാന്യത ഉള്ള ഒരു വ്യക്തി, മാന്യത ചമയുന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. സിംപ്ലി പറയുകയാണെങ്കിൽ കുലപുരുഷനാണ്. ഈവൻ ആദില, നൂറ അവരോട് പോയി അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിസേലിന്റെ വസ്ത്രധാരണം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അക്ബറിന് ഇങ്ങനൊരു കാര്യം, അക്ബറിന്റെ നോട്ടം ശരിയായില്ല, അനുമോളും അങ്ങനെ ഒരു നോട്ടം ശരിയായില്ല ഡയലോഗ് പറഞ്ഞിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം ഇനി 2 ദിവസം കഴിയുമ്പോഴേക്കും എത്രത്തോളം ആളിക്കത്തും എന്നുള്ളത് പറയാൻ കഴിയില്ല. പിന്നെ അപ്പാനി ഷെർത്ത് വീണ്ടും ഷാനവാസിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു സോറി പറയാനാണ് ശ്രമിക്കുന്നത്. അതായത് തൻ്റെ കൂടെ കൂട്ടുകൂടണം എന്നാണ് പറയുന്നത്. ജിസേലും അക്ബറും അപ്പാനിയും കൂടെ ചേർന്നിട്ട് വീണ്ടും പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ജിസേൽ പറയുന്നത്, ആ ബിൻസിയുടെ പ്രശ്നം അതൊരു വലിയ പ്രശ്നമാകും, അപ്പോൾ അത് സോൾവ് ചെയ്യണ്ടേ, അതൊന്ന് പറഞ്ഞ് സോൾവ് ചെയ്യും. ഷാനവാസിനോട് പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് എന്തിനാണ്, ഷാനവാസിന്റെ പിന്നാലെ പോയിട്ട് എന്തിനാണെന്ന് മനസ്സിലായില്ല. എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു സംഭവം കൂടി ബിഗ് ബോസ് വീടിനകത്ത് നടന്നു. പിന്നെ ഇന്നത്തെ ദിവസം ഒന്ന് ക്രോഡീകരിച്ച് നോക്കുകയാണെങ്കിൽ നെവിൻ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞതിനെ കുറച്ച് സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതായത് അടുക്കളയിൽ നിന്ന് ഓരോന്ന് കട്ടെടുക്കുന്ന സ്വഭാവം അത് നെവിൻ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നൂറ ഇന്ന് രാവിലെ ആ ഒരു ഓറഞ്ച് എടുക്കുന്ന ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്കും നെവിൻ അത് പ്രൊവോക്ഡ് ആയത്, എന്നെ ഇനി അങ്ങനെ വെച്ചാലും കൺസിഡർ ചെയ്യണ്ട എന്ന് തീർത്ത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ
റെന ഫാത്തിമ ഇന്ന് അനുമോളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ വഴക്കുകളും ആ കുട്ടി ശരിക്കും മനഃപൂർവ്വം അഭിനയിച്ച് ട്രിഗർ ചെയ്യാൻ വേണ്ടി തന്നെ പോയതാണ്. ഒരുമാതിരി ജിസേലിന്റെ കൊട്ടേഷൻ ഏറ്റുവാങ്ങിക്കൊണ്ട് പോയതുപോലെയാണ് റെന ഫാത്തിമ പെരുമാറിയത് എങ്കിലും ജിസേലിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജിസേൽ ജസ്റ്റ് റെന ഫാത്തിമ പറയുന്നത് കേട്ട് തലയാട്ടിയതേ ഉള്ളൂ. റെനയ്ക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, ജിസേൽ നല്ല മിടുക്കിയായിട്ട് കളിച്ചു പോകും. ജിസേലിന് ഒരു ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള എല്ലാ കറേജും ഉണ്ട്. പക്ഷെ റെന ഫാത്തിമ വഴിയാധാരം ആകത്തേ ഉള്ളൂ ബിഗ് ബോസിനകത്ത്. കാരണം 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും എവിക്ഷനകത്ത് എന്തായാലും റെന പുറത്തു പോകാനാണ് ചാൻസ്. റെനയ്ക്ക് അതിനു വേണ്ടി ഫാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് റെന ശൈത്യയെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. റെന അതിനകത്ത് പറഞ്ഞത് അനുമോളിന്റെ PA ആണ് ശൈത്യ എന്ന്. സോ സെയിം, റെന ആരുടെ PA ആണ്? റെന ഇവിടെ ജിസേലിന്റെ PA മാത്രമല്ല, കാല് തിരുമാനും കൈ തിരുമാനും മൊത്തത്തിൽ ജിസേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ജിസേലിന്റെ ഒരു നിഴലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റെന. പിന്നെ ഇന്ന് സംഭവിച്ച കുറച്ച് കാര്യങ്ങളിൽ നമ്മുടെ ഷാരികയും സരികയും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതിൽ എനിക്കൊരു കുറച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഷാരിക ഈ കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. അതിന് നമുക്ക് വളരെ മോശമായിട്ടുള്ള കുറച്ച് പേരുകളൊക്കെ ഇട്ട് വിളിക്കേണ്ടി വരും. ഓൾറെഡി അവർ ഈ ചെയ്യുന്ന ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം അതൊരു ഓൺലൈൻ മീഡിയയിൽ അതൊരു റിയാലിറ്റി ഷോ പോലെയാണ് എന്നൊക്കെയാണ് അവർ തള്ളുന്നത്. അങ്ങനെയൊന്നുമല്ല. റീച്ച് കിട്ടാൻ, വ്യൂസ് കിട്ടാൻ, എല്ലാ കുത്തിക്കീറിയുള്ള ചോദ്യങ്ങളും പ്രേക്ഷകരുടെ കമന്റിനെ നമുക്ക് എല്ലാം ഒന്നും കൺസിഡർ ചെയ്യാൻ സാധിക്കത്തില്ല. പ്രേക്ഷകർ എവിടെങ്കിലും ഒരു 4 ചുവരിന്റെ ഇടയിലിരുന്ന് എന്തെങ്കിലും പറയുന്നതാണ്. അതും മുഖം പോലും കാണിക്കാതെ പറയുന്ന പ്രേക്ഷകരുണ്ട്. കമന്റിനകത്ത് വരുമ്പോൾ ആരുടെയും മുഖം അറിയില്ല, ആരുടെയും പേരുകൾ അറിയില്ല. അങ്ങനെ പറയുന്ന കമന്റുകൾ കുത്തിത്തിരികി ഇമാതിരിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത്ര നല്ലതല്ല. അത് ഷാരികയ്ക്ക് നന്നായിട്ട് അറിയാം, താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്ര നല്ലതല്ല. പിന്നെ അതൊരുമാതിരി മുൻകൂട്ടി അവരുടെ അടുത്തൊക്കെ ചോദിച്ച് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയക്കാർ നടത്തുന്ന ആ പ്രോഗ്രാമിന് എന്ത് നിലവാരമുണ്ട് എന്ന് ഈ ഷാരിക സരികയോട് ചോദിക്കുന്ന ചോദ്യങ്ങളിനകത്തുണ്ട്. അതായത്, നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ പോയത് അവിടെയുള്ള ആണുങ്ങളുടെ കൂടെ കിടക്കാനല്ലേ എന്ന് ചോദിക്കുന്നതിനെ ഒറ്റ അടി മുഖത്ത് നോക്കി കൊടുക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ അത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിന്റെ മേന്മയോ മഹിമയോ ഒന്നും അല്ല. ഷാരിക എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അത് ഭയങ്കര ബോറായിപ്പോയി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ അങ്ങോട്ട് കോംപ്രമൈസ് ഒക്കെ നടക്കുന്നെങ്കിലും അതിനകത്തൊന്നും ഒരു ജെനുവിനിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം പുള്ളിക്കാരിക്ക് വേറെ നിവൃത്തിയില്ല. ബിന്നി വന്ന് സംസാരിച്ചത് കൊണ്ടാണ് ഷാരിക വന്നിട്ട് സോറിയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊക്കെ ഡയലോഗ് അടിക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു കാര്യം കൂടി പറയണം. ജിസേല് സ്റ്റിൽ നൗ പുള്ളിക്കാരി മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ കൂടെ കൂടി റെന ഫാത്തിമയും ഇപ്പോൾ ഒരുങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ ജിസേലിനും റെനയ്ക്കും ഒന്നും മേക്കപ്പ് ഇടാനുള്ള അധികാരമൊന്നും വന്നിട്ടില്ലല്ലോ. പക്ഷെ എങ്ങനെയാണ് ഇവരിപ്പോൾ ഒരുങ്ങി നടക്കുന്നത് എന്നറിയില്ല. ഇനിയിപ്പോൾ ആരും ചോദ്യം ചെയ്യാനില്ല. അനുമോൾ എന്തായാലും ആ പരിപാടി നിർത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ അഭിയെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട്, അഭിയെ മാത്രമല്ല അക്ബറിനെയും അതുപോലെ അനുമോളെയും ഒക്കെ കൺഫെഷൻ റൂമിലൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സീനുണ്ട്. അപ്പോൾ അഭിയെ എടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് അക്ബറിനെതിരെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അക്ബറുമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം അഭിക്ക് ഒട്ടും തന്നെ കൂട്ടുകൂടാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. അതുപോലെ ജിസേലിൻ്റെ ഒരു ഭാഗം അതെനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ അനുമോള് അപ്പാനി എന്നും പറഞ്ഞിട്ടാണ് ഈ വൈകിട്ടത്തെ ആ ഒരു വഴക്കുണ്ടാകുന്നത്. സംഭവം എന്ന് വെച്ചാൽ ജിസേൽ മോർണിംഗിൽ എങ്ങാണ്ട് എപ്പോഴോ ആണ് കഴിച്ചത്. അതും ഈ പൊട്ടറ്റോ എന്തോ പുഴുങ്ങിയതെന്തോ ആണ് പുള്ളിക്കാരി കഴിച്ചത്. അതിനുശേഷം ജിസേലിന് വിശന്നു. ജിസേൽ മാന്യമായിട്ട് വന്ന് ആര്യനോടും അപ്പാനിയോടും അനുവാദം ചോദിച്ചിട്ടാണ് കിച്ചണിൽ കയറിയത്. പക്ഷേ ഇത് അനുമോള് അറിയുന്നില്ല. അനുമോൾ അറിയാതെയാണ് ബാത്റൂമിലിരുന്ന അപ്പാനിയെയാണ് കുത്തി ഇളക്കി കൊണ്ടുവന്നത് എന്ന് അപ്പാനി അനീഷിനോട് പറയുന്ന ഒരു സീനുണ്ട്. അപ്പാനിക്കത് വേണം. അപ്പാനിയെ സത്യം പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ പോകുന്നത് അനീഷാണ്. അനീഷിനെ എന്തുമാത്രം അപ്പാനി ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ കണ്ടുവെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അനുമോള് ഈ പറയുന്ന സംഗതി അറിയാതെയാണ് എത്തുന്നത്. അപ്പോൾ അനുമോളിനോട് മാന്യമായിട്ട് അപ്പാനിക്കും ആര്യനും സംസാരിക്കാമായിരുന്നു. അപ്പാനി അനുമോളോട് ഭയങ്കരമായിട്ട് കച്ചറ കാണിക്കാൻ ചെന്നതുകൊണ്ട് മാത്രമാണ് അനുമോൾക്ക് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്. പിന്നെ ആ സംസാരം, ആ ഒരു ദേഷ്യം, അവിടെയും ഈ പറയുന്ന ആ റെന ഫാത്തിമ ചുമ്മാ അല്ല കുണ്ട്രാപ്പുഴ കിടന്ന് ചാടുന്ന കണക്ക് കിടന്ന് ഗ്ലിങ്ങി എന്ന് പറഞ്ഞ് ചാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ സംഭവിച്ചതിന് ശേഷം ബിൻസിയുടെ ആ ഒരു സംഭവം, ആ ബിൻസിയുടെ കാര്യമെടുത്ത് അപ്പാനിയോട് പറയുമ്പോഴാണ് അക്ബർ ചാടി തുള്ളി കലിപ്പും കാണിച്ചുകൊണ്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അടി പറ്റി എന്ന് ഞാൻ വിചാരിച്ച്, പക്ഷെ അടിക്കില്ല. കാരണം വെച്ചാൽ റെന ഫാത്തിമയ്ക്ക് അറിയാം ഇങ്ങനെ അടി കിട്ടിയ ഈ പറയുന്ന അനുമോളുടെ പേരിൽ ഇവരൊക്കെ അങ്ങ് ഔട്ടായി പോയാലോ. അതുകൊണ്ട് റെന ഫാത്തിമ ഫിസിക്കൽ എന്ന് പറഞ്ഞ് വിളിച്ച് കൂടെ കിടന്ന് ചാടുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അപ്പോൾ തന്നെ നമ്മുടെ
ഈ ബിൻസിയുടെ പേരെടുത്തിടണം എന്ന് അനുമോൾക്ക് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. പിന്നെ സരിക ഉൾപ്പെടെ ബിൻസിയുടെ പേരിട്ട് അങ്ങ് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങ് തകർക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ശരി, അപ്പാനിക്ക് അനുമോൾ അത് പറഞ്ഞത് കൊണ്ട് നന്നായി എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം പുറത്ത് ബിൻസിയുടെയും അപ്പാനിയുടെയും ആ ഒരു റിലേഷൻ, അവര് ഫ്രണ്ട്ഷിപ്പാണ്. അവര് എസ്പെഷ്യലി ബിൻസി കണ്ടത് ശരിക്കും ഒരു അപ്പച്ചനെ പോലെയൊക്കെയാണ് അപ്പാനിയെ കണ്ടത്. പക്ഷെ അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ, അതായത് ഇപ്പൊ ഈ ജിസേൽ ഉൾപ്പെടെ എല്ലാവരും കളിയാക്കിയത് അത്ര ഫണ്ണായിട്ട് പുറത്ത് വന്നില്ല. മാത്രമല്ല ഹോട്ട്സ്റ്റാറിന്റെ തന്നെ പേജിൽ ഈ പറയുന്ന പോസ്റ്റർ വരുമ്പം താഴെ വരുന്ന കമന്റ്സ് എന്ത് മോശമായിരിക്കും. അത് ബാധിക്കുന്നത് ബിൻസിക്കും അപ്പാനിക്കും മാത്രമാണ്, കളിയാക്കിയവർക്ക് അത് ബാധിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം അപ്പാനിയുടെ ഒരു കണ്ണ് തുറപ്പിച്ചത് എന്തായാലും അനുമോളാണ്. എങ്കിലും അനുമോൾ 2 തവണ കാലിൽ വീണ് മാപ്പ് പറയുന്നുണ്ട്. ഇത് ക്യാപ്റ്റനായിട്ടുള്ള ആര്യൻ കാണുന്നുമുണ്ട്. പിന്നെ അതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പാനി ഷാനവാസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നാലെ നടക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസ് അടിപൊളി കിഡു മാസായിട്ടാണ് ഒരു തരത്തിൽ കൺവിൻസ്ഡ് ആകാതെ. കാരണം ഷാനവാസിന് നന്നായിട്ട് ബോധ്യമായി അക്ബറിനും അപ്പാനിക്കും ഒന്നും ഒരു സപ്പോർട്ടും കിട്ടാൻ പോകുന്നില്ല. പ്രേക്ഷകർ എന്താണെന്നുള്ളത് ഓൾമോസ്റ്റ് ടെലിവിഷനിൽ വന്ന് അഭിനയിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അക്ബറും അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അക്ബറിന് അത് മനസ്സിലാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പാനിക്ക് അത് മനസ്സിലാകില്ല. അപ്പാനി സിനിമയിലും മറ്റു കാര്യങ്ങളിലും അല്ലെങ്കിൽ നാടകം. പക്ഷെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഒരു പൾസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അറിയാവുന്നത്, ഈ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് അനുമോൾക്കാണ്, ദെൻ ഷാനവാസിന്. അപ്പോൾ ഏതായാലും ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ ഇന്നത്തെ ദിവസം ഭയങ്കര സംഭവ ബഹുലമായിരുന്നു. ഇന്നത്തെ ദിവസത്തെ പോലെ തന്നെ എല്ലാവരും എന്നും കളിക്കുകയാണെങ്കിൽ ബിഗ് ബോസിനകത്ത് ഇങ്ങനെ പറയാനും നമുക്കിങ്ങനെ കണ്ടിരിക്കാനും ഒരുപാട് ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ, ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ഗുഡ് നൈറ്റ്, ബൈ.